ഇന്നത്തെ സെഷനിൽ നമ്മൾ ബേസിക് ഇക്കണോമിക് ടൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ് ഓർ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓർ തിയറീസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറീസ്, മാനേജറിയൽ എക്കണോമിക്സിലുള്ള ഫണ്ടമെൻ്റൽ തിയറീസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Our resources are scarce. It is the scarcity that forces us to make choices. Every choice has a cost. Choices involve giving up one opportunity in order to do or use something else. അപ്പോൾ നമ്മൾ റിസോഴ്സസ് സ്കേഴ്സാണ്. നമ്മൾ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിന് നമ്മളെന്ത് ചൂസ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. It is the earnings that would be realized if the available resources were put to some other use. അപ്പം നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതല്ലാത്ത പർപ്പസിന് നമുക്ക് ആ ഒരു റിസോഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള പർപ്പസ്, ഈ ഒരു അവൈലബിൾ റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ വേറെ ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്ന ഏർണിങ്സ്. അപ്പോൾ നമ്മൾ ഒരു സാക്രിഫൈസ് നടത്തണം അവിടെ. ആ ഒരു സാക്രിഫൈസിനെയാണ് നമ്മളെന്ത് പറയണത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സാക്രിഫൈസ് നടത്തണില്ലെങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇൻകർ ചെയ്യുന്നില്ല. യു ക്യാൻ തിങ്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആസ് ദ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു മെഷീൻ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ദ ഇൻകം ഫോർഗോൺ വിച്ച് വുഡ് ഹാവ് ബീൻ ഏൺ ഫ്രം ദി പ്രൊഡക്ഷൻ ഓഫ് അതർ പ്രൊഡക്ട്സ്. അപ്പോൾ അത് നമ്മളെ പ്രൊഡക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് കിട്ടുമായിരുന്ന ഇൻകം ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോസ് തന്നെയാണ്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇഫ് ദ മെഷീൻ ഹാസ് ഓൺലി വൺ യൂസ് ഇറ്റ് ഹാസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവിടെ ആ മെഷീന് വേറെ യൂസൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ആ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് പല പ്രോഡക്റ്റ്സും ഉണ്ടാക്കാം. അത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തു, അത് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഏർണിംഗ് ഉണ്ടല്ലോ, അതിനാണ് നമുക്ക് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത് അവിടെ. അപ്പോൾ ആ ഒരു കോസ്റ്റിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാനേജറിയൽ ഡിസിഷൻസ്. ദിസ് കോൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ സെലക്ടിങ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് ഫ്രം എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ സഹായിക്കുന്നു ഇൻ സെലക്ടിങ് ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. പല ഓൾട്ടർനേറ്റീവ്സൊന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമുക്ക് ചൂസ് ചെയ്യാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ് തിയറി ഇൻ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. Incrementalism or incremental reasoning involves estimate the impact of decision alternatives. അതിൽ രണ്ടായിട്ട് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ്സ് ഉള്ളത്. ഒന്ന് ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ചേഞ്ച്, അതിനാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പം അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചിനാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്.
ഇൻക്രിമെൻ്റൽ റവന്യൂ മീൻസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. ഓക്കെ, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുമ്പം ആ ഒരു ഡിസിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റം, ടോട്ടൽ റവന്യൂ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. Incremental principle can be used in the theories of consumption, production, pricing and distribution. Incremental concept is closely related to marginal cost and marginal revenue in the theory of pricing. Then third one, principle of time perspective. Principle of time perspective. എക്കണോമിക് തിയറിയിൽ ഒരു ഡിസിസീവ് റോൾ ഇതിനുണ്ട്, ടൈമിനുണ്ട്. It was Marshall who introduced the element of time in the value theory. He conceived 4 market forms based on time. Short period, they are very short period, long period and secular period. In managerial economics, we are concerned with the short run and long run effects of decision on revenue and cost. A decision should be taken only after studying the short run and long run effects on cost and revenue. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി നടത്തണം. ഷോർട്ട് റണ്ണിലും അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട്, ലോങ് റണ്ണിലും. ഷോർട്ട് റണ്ണിൽ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം കോസ്റ്റിലും റവന്യൂവിലും ലോങ് റണ്ണിലും അതുപോലെ ഷോർട്ട് റണ്ണിലും എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ട് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറയാം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ലോങ് റൺ ആയിട്ടും ഷോർട്ട് റൺ ആയിട്ടും അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ കയ്യിൽ ഇന്നുള്ള ക്യാഷും അടുത്ത ദിവസം ഫ്യൂച്ചറിൽ നമ്മളെ കയ്യിൽ നാളെയുള്ള ക്യാഷും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെ കയ്യിൽ ഇന്നുള്ള ക്യാഷാണ് എന്താണ്, ഇറ്റ് ഈസ് മോർ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. നാളെ കിട്ടുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എന്താണ്, ഇന്ന് കിട്ടുന്ന പൈസയാണ്. ദിസ് മീൻസ് ദാറ്റ് മണി ഹാസ് എ ടൈം വാല്യൂ. ദിസ് ഫർദർ മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം. അപ്പോൾ വാല്യൂ ഓഫ് മണി ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുറേ വർഷങ്ങൾ മുന്നേ നമുക്ക് 10 രൂപ എന്നുള്ളത് ഇപ്പോൾ 10 രൂപ കിട്ടിയിട്ടൊരു കാര്യമില്ല. അന്ന് ആ 10 രൂപയ്ക്ക് എത്രയോ വാല്യൂ ഉണ്ടായിരുന്നു. 1000 രൂപേൻ്റെ വാല്യൂ കുറേ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയം കഴിയുന്തോറും ഡിപ്രീഷിയേറ്റ് ചെയ്യാണ്, വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്നത് 1 രൂപയും നാളെ 1 രൂപ കിട്ടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. ഇന്ന് കിട്ടുന്നതാണ് കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, therefore the future money should be discounted to make it equivalent to present money. നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ആ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ നമ്മൾ ഇന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് എത്രത്തോളം ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. The future money should be discounted because of 2 reasons. One reason is that the future money involves uncertainty and risk. The other reason is that to wait for future implies a sacrifice in the present. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡിസ്കൗണ്ട് ചെയ്യണത്, അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ മണി എന്ന് പറഞ്ഞാൽ അതിൽ അൺസർട്ടൈൻ ഉണ്ട്, റിസ്ക് ഉണ്ട്. അത് കിട്ടുമല്ലേ എന്നുള്ളത് നമുക്ക് അൺസർട്ടൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നതിന് നമ്മൾ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. When a firm makes a capital investment, it spends money now and it can earn profits in the future. To decide whether the investment is profitable, the firm calculates the present value of future returns by discounting them. അപ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളത് മണി സ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് ഫ്യൂച്ചറിലാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ നോക്കണം. എന്ത് ചെയ്യണം, ദ ഫേം കാൽക്കുലേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്. നമ്മൾ ഫ്യൂച്ചർ റിട്ടേൺസിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. This is one of the widely used concepts in managerial economics. It is also known as the principle of maximum satisfaction. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് an input should be allocated in such a manner that the value added by the last unit of input is same in all uses. അപ്പോൾ നമ്മൾ an input should be allocated. എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ടിൽ നിന്നും കിട്ടുന്ന വാല്യൂ എല്ലാ കേസിലും ഈസ് സെയിം ഇൻ ഓൾ കേസസ്. എല്ലാ കേസിലും ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഇൻപുട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻ ദിസ് വേ ദ പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് ദ ബേസ് ഫോർ മാക്സിമം exploitation of all the input of a firm so as to maximize the profitability. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അത് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇത്രയാണ് ഇതിൽ പറയുന്ന ബേസിക് എക്കണോമിക് ടൂൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഓർ തിയറീസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസോഴ്സ് നമ്മളൊരു യൂസിന് വേണ്ടിയിട്ട് എടുത്തു. ഒരു റിസോഴ്സ് നമ്മൾ ഒരു പർപ്പസിന് വേണ്ടി എടുത്തു. അതല്ലാതെ വേറെ പർപ്പസും അതുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ആ ഒരു പർപ്പസ് നമ്മൾ ചൂസ് ചെയ്യാതെ ഈ ഒരൊറ്റ പർപ്പസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ഉണ്ടാവുന്ന സാക്രിഫൈസ്, നഷ്ടം, അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വേറൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുമായിരുന്ന അതിന് കിട്ടുമായിരുന്ന ഏണിങ്, അത് നമുക്കിവിടെ എന്താണ്, ഒരു സാക്രിഫൈസാണ്. അതിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പല ഡിസിഷൻ എടുക്കുന്നതിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം ആണ് പറഞ്ഞത്. അതിൽ നമ്മൾ 2 കോൺസെപ്റ്റ്സ് പറഞ്ഞു. ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൽ നമ്മളൊരു ഡിസിഷൻ കൊണ്ട് ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതേപോലെ തന്നെ ഇൻക്രിമെൻ്റൽ കോസ്റ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടൈമിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്കണോമിക് തിയറി ടൈം ഹാസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ നമ്മൾ പല ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, അങ്ങനെ വെരി ഷോർട്ട് പീരീഡ്, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡ് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഷോർട്ട് റണ്ണിൽ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്, റവന്യൂലും കോസ്റ്റിലും അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അത് നമ്മൾ നോക്കിയിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആണ് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന ക്യാഷും നാളെ കിട്ടുന്ന ക്യാഷും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് കിട്ടുന്നതായിരിക്കും കൂടുതൽ മോർ വർത്ത് ദാൻ റുപ്പീ റിസീവ്ഡ് ടുമോറോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്യാപിറ്റൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫ്യൂച്ചർ റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോഫിറ്റബിൾ ആവുമോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഡിസ്കൗണ്ട് ചെയ്തിരിക്കണം. ദെൻ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വാല്യൂ input should be allocated in such a manner that the value added by the last unit of input is same in all uses. Okay, thank you.